അമ്മേ, എന്താ മോനെ? അമ്മ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതെങ്കിലും കഴിക്കുക. ബ്രെഡോ? എനിക്കിതൊന്നും കഴിക്കാൻ വയ്യ മോനെ. ആഹാ, അങ്ങനെയൊന്നും പറയരുത്. മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണ്ടേ? ടേസ്റ്റ് ഒന്നും നോക്കണ്ട, ഇത് കഴിക്ക പ്ലീസ്. എനിക്കിതൊട്ടും കഴിക്കാൻ പറ്റുന്നില്ല മോനെ. പാറു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിപ്പോ കുറച്ച് ഭേദമുണ്ട്. ഞാൻ തന്നെ കഞ്ഞി ഉണ്ടാക്കിക്കോളാം. അമ്മേ, അമ്മ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാ? ദേ, അമ്മ മര്യാദയ്ക്ക് വിശ്രമിക്കാൻ നോക്ക്. ഞാൻ തന്നെ എങ്ങനെയെങ്കിലും കഞ്ഞി ഉണ്ടാക്കിക്കോളാം. നീ ഈ കൈ വെച്ച് എങ്ങനെ കഞ്ഞി ഉണ്ടാക്കാനാ? മറ്റേ കയ്യിലും കൂടെ പരിക്കുണ്ടാക്കാനാണോ? വേറെ വഴിയൊന്നുമില്ലല്ലോ. അമ്മ ഇരിക്ക, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം. മാറോ അമ്മേ. വേഗം എടുക്ക്. ഹലോ ഹലോ, എന്താ പ്രിയഞ്ചേട്ട പറ്റിയത്? ചേട്ടന്റെ കയ്യില് ചൂടുവെള്ളം വീണുന്ന് കൈലാഷ് സാറ് പറഞ്ഞു. എന്തിനാ ശീലമില്ലാതെ വെറുതെ അടുക്കളയിൽ കയറാൻ പോയത്? ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ടെൻഷൻ ആവൊന്നും വേണ്ട, അതിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ പ്രിയഞ്ചേട്ട? അമ്മയെ നോക്കാൻ ഒരു സഹായത്തിന് വേണ്ടിയല്ലേ രാവിലെ ഞാൻ നിന്നെ വിളിച്ചത്. നീ ഇല്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതങ്ങ് പോയി കിട്ടി. ഞാൻ കാരണമാണല്ലേ പ്രിയഞ്ചേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സോറി. അയ്യേ, നീ എന്തിനാ ഇതിനൊക്കെ കരയുന്നേ? നീയാണോ എന്റെ കയ്യിൽ ചൂടുവെള്ളം ഒഴിച്ചത്? അല്ല, പക്ഷെ അതിനുള്ള സാഹചര്യം ഒരുക്കിയത് ഞാൻ തന്നെയാ. പ്രിയഞ്ചേട്ടൻ വിളിച്ചപ്പോ തന്നെ ഞാൻ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു. എല്ലാം എന്റെ തെറ്റാ. എന്റെ ചുറ്റുമുള്ളവർക്കൊക്കെ എന്നെ കൊണ്ട് ഉപദ്രവമാണല്ലോ ഉണ്ടാവുന്നത്. എന്റെ ഭഗവാനെ. നീ ഇങ്ങനെയൊന്നും പറയല്ലേ. എന്താ മോനെ? ഏയ്, ഒന്നുമില്ലമ്മേ. അടുക്കളയിൽ കയറി കൈ പൊള്ളിച്ചതിന് എന്നെ അവള് വഴക്ക് പറയുക. അത് നന്നായി. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നിക്കാണുമല്ലേ? എന്തിന്? നീ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. അമ്മ അതറിഞ്ഞാലും ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ലേ. എന്നാലും അമ്മയെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ. നീ വെറുതെ വിഷമിക്കണ്ട. പ്രിയഞ്ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് അസുഖമാണെന്ന് കേട്ടപ്പോ തന്നെ ഞാൻ വീട്ടിലെത്തി അമ്മയെ ശുശ്രൂഷിക്കേണ്ടതായിരുന്നു. നീ മാപ്പ് ചോദിക്കുന്നു വേണ്ട പാറു. നിനക്ക് ഞങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനൊരവസ്ഥയിലും നിനക്ക് വരാൻ കഴിയാത്തത് എന്തെങ്കിലും പ്രശ്നം കാരണമാവൂന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിനക്ക് പറ്റുമ്പോ ആ പ്രശ്നം എന്താണെന്ന് എന്നോടുകൂടി ഒന്ന് പറഞ്ഞാൽ മതി. നമുക്കൊരുമിച്ച് ആ പ്രശ്നത്തെ നേരിടാം. നീ ഇപ്പൊ എവിടെ? കമ്പനി തന്നെയാണോ? അല്ല, കൈലാഷ് സാറ് പ്രിയഞ്ചേട്ടന്റെ കയ്യിൽ ചൂടുവെള്ളം വീണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ എങ്ങനെ ഇരിക്കാനാ? ഞാൻ കമ്പനിന്ന് പുറത്തിറങ്ങി. നീ എങ്ങനെയാ വരുന്നേ? ഞാൻ വന്ന് പിക്ക് ചെയ്യണോ? വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് വന്നോളാം. അമ്മയോട് വിഷമിക്കണ്ടെന്ന് പറയണം. നിനക്ക് അമ്മയോട് പറയാനുള്ളതെല്ലാം നേരിട്ട് വന്ന് അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കേ. ശരി, ഞാൻ 5 മിനിറ്റിലെത്തും. ഓട്ടോ. അമ്മയുടെ മരുമകള് വന്നോണ്ടിരിക്കുക. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ അവള് വരാതിരിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അവളിങ്ങോട്ടൊന്ന് എത്തിക്കോട്ടെ. അവളെ കണ്ടാ തന്നെ എന്റെ പകുതി അസുഖം മാറും. ഇത്രയും നേരം കൂടെ നിന്ന് ശുശ്രൂഷിച്ച മകനെ ഇപ്പൊ വേണ്ട, മരുമകളെ മതി. അതുകൊണ്ടല്ലടാ, എനിക്കൊന്ന് ബാത്റൂമിൽ പോണം, കുളിക്കണം. ഇതിനൊക്കെ നിന്റെ സഹായം ചോദിക്കാൻ പറ്റുമോ? പാറു വന്നാ
വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കണം. അപ്പൊ തന്നെ ഒരു ആശ്വാസം കിട്ടും. ശരി. എന്തുറ്റമ്മേ, ഡോക്ടറെ കാണാൻ പോണോ? ഏയ്, അതൊന്നും വേണ്ട. ഞാൻ തുളസിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഇപ്പൊ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? അമ്മ നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ. അല്ല മോനെ, ചേട്ടൻ ഇവിടെ വന്ന് അവളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അസുഖം മാറിക്കഴിഞ്ഞാ എന്തായാലും നമുക്ക് നാട്ടിൽ പോയി തുളസിയും കുടുംബത്തിനെ ഒന്ന് കാണണം. ഇപ്പൊ ധൃതി പിടിച്ച് അങ്ങോട്ട് പോയാ തുളസി അമ്മായിയും നമ്മളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവര് ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ട് നമ്മൾ പോകാതിരിക്കുന്നത് ശരിയാണോ? ഒരു കാരണവും ഇല്ലാതെ അല്ലല്ലോ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്. പക്ഷേ തുളസിയുടെ ഭാഗത്ത് നിന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണം. അവളോട് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തുളസിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളും തുളസിയുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ബന്ധമുണ്ട് മോനെ. ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യരുതെന്ന് കാരണവന്മാര് പറയും. ആദ്യം പാറുവിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് തുളസിയുമായി നിന്റെ കല്യാണം തീരുമാനിക്കാൻ ഞാൻ ശ്രമിച്ചത്. അവളുടെ മനസ്സ് വേദനിച്ചതുകൊണ്ടായിരിക്കാം ഞാൻ മരണത്തിന്റെ വക്ക് വരെ എത്തിയത്. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഇതിനെ കർമ്മഫലം എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും മോശം പ്രവൃത്തികൾക്കും അതിൻ്റെതായ ഫലം ഉണ്ടാവും. ഞാൻ പാറുവിനെ വേദനിപ്പിച്ചതിന്റെ ഫലമാണ് മാല മോഷ്ടിക്കാൻ വന്നവരുടെ രൂപത്തില് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നിന്റെയും പാറുവിന്റെയും ബന്ധം ഞാൻ അംഗീകരിച്ചപ്പോ തുളസിയുടെ മനസ്സും വല്ലാതെ വേദനിച്ചു കാണില്ലേ?